ഹലോ! എല്ലാർക്കും സുഖാണല്ലോ? അപ്പൊ ഇന്നൊരു കുഞ്ഞു മോർണിംഗ് വ്ലോഗാണ്. അപ്പൊ ഞാനിത് രാവിലെ തന്നെ ഇന്ന് എന്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടിച്ചുവാരല്, തൊടയ്ക്കല് എല്ലാം നേരത്തെ തീർത്ത് ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഇത്തിരി ചോറെടുത്ത് കഴിക്കാണ്. സത്യം പറയാലോ പനിയൊക്കെ പിടിച്ചിട്ട് ഒരു കഥയായിട്ടുണ്ടായിരുന്നു. പനി മാറിയാലും നമ്മുടെ ഒപ്പമുള്ള ക്ഷീണം, മേലുവേദന ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇത്രയും ദിവസം കഞ്ഞിയൊക്കെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് മോര്, തൈരൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ ഒരു കൊതി തോന്നിയപ്പോ ഇത്തിരി ചോറും അതിന്റെ കൂടെ മോര്, ചീനമുളക് ഉപ്പിലിട്ടത്, പിന്നെ പുളിയിഞ്ചി എടുത്ത് കഴിക്കാണ്. അപ്പൊ ദേവൂട്ടനും ഇതങ്ങനെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാന്. എന്നാലും നമ്മള് കഴിക്കുമ്പോ അങ്ങനെ കൂടെ വന്ന് നിക്കും. പുളിയിഞ്ചി കഴിക്കാനാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കഴിച്ചു. കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ ഞാൻ തിരുമ്പിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാനുണ്ട്. അപ്പൊ ഒരുപാട് തുണികൾ ഉണ്ടായിരുന്നു ട്ടോ തിരുമ്പാനൊക്കെ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല. ഇന്ന് വിശാഖിന്റെ ചെറിയ ചേച്ചിയും മക്കളൊക്കെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് വല്ലപ്പോഴൊക്കെയാണ് വരാറുള്ളൂ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വലിയ ചേച്ചിയുടെ വീടും. ഇപ്പൊ അവര് ലീവിന് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചയൂണൊക്കെ വലിയ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് വലിയ പണികളൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ നമ്മുടെ സകല പരിപാടികളും അവിടെ മുടങ്ങി കിടക്കാവും. എന്നാലും സുഖമില്ലാതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷുവായിട്ട് നല്ല ഹെൽപ്പ് ഒക്കെ ചെയ്യും ട്ടോ. അവരെ കൊണ്ട് പറ്റുന്ന മാതിരിയൊക്കെ വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തരും. പിന്നെ പിന്നെന്താ വെച്ചെങ്കിൽ അവർക്ക് പുറത്ത് പോയി ജോലിക്കും പോണ്ടതല്ലേ. നമ്മൾ ചെയ്യുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് വരുമൊന്നുമില്ലല്ലോ. എന്നാലും നല്ല ഹെൽപ്പ് തന്നെയാണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ ഒന്ന് വൃത്തി മെനയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇത്തിരി പൗഡറും കണ്ണൊക്കെ ഒന്ന് എഴുതി പിന്നെ സിന്ദൂരമൊക്കെ ഒന്ന് തൊട്ടു ട്ടോ. എന്നാലേ എനിക്ക് കുളിച്ച പോലെ തോന്നുള്ളൂ. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ ചെന്ന് ദാ എന്റെ കയ്യിലുള്ള ഡപ്പ കണ്ടോ? ഇതാണ് ഒലീവ് ഉപ്പിലിട്ടതാണ്. നമ്മൾ ഒലീവ് ഓയിൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ട്ടോ. ഒലീവ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് വിഷാട്ടിന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഉപ്പിലിട്ട് വെച്ചതാണ്. ഇതിങ്ങനെ ഡപ്പയോട് കൂടി തന്നതായിരുന്നു. പക്ഷെ കഴിക്കാൻ എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അവിടെ മക്കൾക്ക് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാൻ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒരെണ്ണമൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ കഴിക്കും. വേറെ ആരും കഴിക്കണില്ല ട്ടോ. അപ്പൊ എനിക്ക് ഇന്നൊന്ന് കഴിക്കാൻ തോന്നിയപ്പോ ഞാൻ അതൊന്ന് ഒരു 2, 3 എടുത്തിട്ട് കഴിച്ചു. ഒലീവ് കഴിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ചേച്ചിയും മക്കളൊക്കെ കേറി വരുന്നത് കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് വണ്ടി കുറച്ച് മുന്നോട്ട് നീക്കിയിട്ട കാരണം ഞാൻ വരുന്നത് അങ്ങനെ കണ്ടില്ലായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. മൂപ്പർക്ക് പണിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഭയങ്കര രസമായിരുന്നു. മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ചേച്ചിയുടെയും മോന്റെ എൻഗേജ്മെന്റിന്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അങ്ങനെ എല്ലാവരുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള സംസാരം കാര്യങ്ങളൊക്കെ അടുക്കളയിൽ വെച്ചിട്ടായിരുന്നു ട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും ചായ കുടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു. അപ്പോഴത്തേക്കും അവര് തൊട്ടപ്പുറത്ത് തന്നെയാണ് വലിയ ചേച്ചിയുടെ വീട്. അപ്പൊ അവര് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്കും ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബീട്രൂട്ടും കൊണ്ട് ഒരു തോരൻ കൂടെ ഉണ്ടാക്കി വെച്ചു. ഇതെന്താ ബീട്രൂട്ട് പിന്നെ ബീട്രൂട്ട് പോയാ പോയാ അങ്ങനെ ഞാൻ ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേഗം ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ നീ അവിടെ മന്തിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ദേവൂട്ടൻ കഴിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി കഞ്ഞിയും ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി വെച്ചതാണ്. നേരെ ചെന്നപ്പോ ദാ വിശ്വാട്ടിന്റെ ഏട്ടനും ഷാൻചേച്ചി അവിടെ ഇന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ദാ വിശ്വാട്ടൻ, വിഷ്ണു, നിഖില്, കണ്ണൻ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാക്സി ഇട്ട് നിൽക്കുന്ന ആളാണ് വിശ്വാട്ടിന്റെ വലിയ ചേച്ചി. ഞാൻ നേരെ അടുക്കളപ്പുറത്തേക്ക് ചെന്നപ്പോ അവിടെ ചേച്ചിയുടെ മക്കളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ട്ടോ. അപ്പൊ നൈവ്യ മോൾക്ക് ഭക്ഷണം കൊടുക്കായിരുന്നു. അപ്പൊ ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഇടയിൽ കണ്ടില്ലേ ഫോണിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് നീക്കി നീക്കി പോണത് കണ്ടു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടു പോയി. എന്താ ചെയ്യാ, ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ മോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു ട്ടോ. അപ്പൊ കസേര ഇടൂ, സ്റ്റൂൾ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളങ്ങളൊന്നും കേട്ടാലോ. ഒരു കസേരയും കൂടി വേണ്ടി ഞാൻ എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം സ്റ്റൂൾ അങ്ങനെ കഴിച്ചു പിന്നെ ഞങ്ങളെല്ലാരും കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. കൂടെ മയണൈസ്, ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു, രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കല് കഴിഞ്ഞ് പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞപ്പോ ഐസ്ക്രീം ഉണ്ടായിരുന്നു ട്ടോ. അതും എന്റെ ഫേവറേറ്റ് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ അതും അകത്താക്കി. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടുന്ന് ഇനി ഷാൻചേച്ചി നേരെ വിശ്വന്റെ വലിയ ഏട്ടന്റെ വീട്ടിലേക്ക് പോവും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നേരെ അവര് മാറാക്കരയിലേക്ക് പോവും, അവരുടെ വീട്ടിലേക്ക്. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.